ഇംപോസിബിൾ. വീട് എഴുതി തരാനോ? എന്താപ്പാ നീ പറയുന്നത്? നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്ത് പറയുന്നു വിജയലക്ഷ്മി തമ്പുരാട്ടി? എനിക്ക് എഴുതി തരാൻ പറ്റുമോ? അപ്പാ, ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? എനിക്കല്ല ഭ്രാന്ത്. മൂത്ത് നിറച്ചിട്ടും വീടും കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ നിനക്കാ ഭ്രാന്ത്. എഴുതി തരുന്നോ ഇല്ലയോ ഈ പറയണത് എനിക്ക്? ഒരു മുദ്രപത്രത്തിന്റെ കാര്യല്ലേ കുഞ്ഞ്. എഴുതിത്തരം, എഴുതിത്തരം. സമാധാനം കിട്ടട്ടെ. എന്റെ വിഷ്ണുമായേ, വിഷ്ണുമായേ, കാണുന്നില്ലേ ഇതൊക്കെ? ജെന്റിൽമെൻ, മേജർ ഷെയർസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. വിശ്വലക്ഷ്മി തമ്പുരാട്ടി, പാർവതി മേനോൻ, രവിവർമ്മ, രാമവർമ്മ, സുദർശന ആൻഡ് ഹെർ ബ്രദർ, ഇത്രയും പേരുടെ കയ്യിലാണ് ബാക്കിയുള്ള ഷെയർസ്. ഈ നീക്കങ്ങളൊന്നും ഇതുവരെ ഇപ്പോഴത്തെ MD രാമവർമ്മ അറിഞ്ഞിട്ടില്ല. രാമവർമ്മയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നെ നിയമിക്കണമെന്ന ആവശ്യം ഒപ്പിട്ട് നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ദാറ്റ് മീൻസ് നാളെ മുതൽ മലയാള ശബ്ദത്തിന്റെ MD ഞാനായിരിക്കും. അല്ല, ഇന്നു മുതൽ ഞാനാണ് മലയാള ശബ്ദത്തിന്റെ MD. എനിക്കടാ പാസ്റ്റ്. മേജർ ഷെയർസ് മുഴുവൻ എന്റെ പേരിലായി കഴിഞ്ഞു. ഈ ഇരിക്കുന്ന ബോംബെയിലെ മൾട്ടിനാഷണൽ കമ്പനി, ഇത് മുഴുവൻ എന്റെ ആൾക്കാരാണ്. ഇത് ഞാൻ നിനക്ക് വിരിച്ച വലയാണ്. നീ എന്റെ ചേട്ടൻ രാമവർമ്മയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ്. ഇനി അത് പടരാൻ ഞാൻ സമ്മതിക്കില്ല. കത്തിച്ചു കളയുന്ന ഞാൻ. ഗെറ്റ് ഔട്ട്. പരിതേ. താങ്ക് യു ആൾ. താങ്ക് യു. മോനെ, നീയാണ് ശരി. അതാ നീ ജയിച്ചത്. നിന്നെ ജയിപ്പിച്ചോ അപ്പന് തോൽപ്പിച്ചോ അച്ഛൻ ഇനി ഈ കസേരയിൽ ഇരിക്കുന്നത് ശരിയല്ല. മലയാള ശബ്ദത്തെ നീ രക്ഷിച്ചു. നീയാ മോനെ ഇനി ഇവിടെ ഇരിക്കേണ്ടത്. അച്ഛനുണ്ട് കൂടെ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. മിസ്റ്റർ രവിവർമ്മ, നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല. താനാരാ അത് പറയാൻ? ഞാൻ ആരും ആയിക്കോട്ടെ, ഈ വീടിന്റെ ഉടമസ്ഥൻ രാമവർമ്മ പെറ്റീഷൻ തന്നിട്ടുണ്ട്. ഉടമസ്ഥൻ രാമവർമ്മയോ? ഇത് ഞങ്ങളുടെ വീട്. അല്ല, എന്റെ വീട്. പത്രം നീ പിടിച്ചടക്കിയില്ലേ? വീട് ഞാൻ പിടിച്ചടക്കി. അപ്പാ, അവനോട് ഇങ്ങനൊന്നും കാണിക്കരുത്. ഈ മുറ്റത്ത് ഞാൻ കേട്ടില്ല തണ്ടിയെ. കാണുമെങ്കിലേ അവിടെ പോയി കണ്ടോണം. ഇറങ്ങിപ്പോയപ്പോ തിരിച്ചു വിളിച്ചു. തിരിച്ചു വന്നപ്പോ കയറി വാ എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ മുത്തശ്ശി? അങ്ങനെയൊക്കെ ആയിപ്പോയി മോനെ. ഇങ്ങനെയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാ മുത്തശ്ശി ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഒരിക്കലും ഞാൻ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല മുത്തശ്ശി. പ്രസ് ഞാൻ പിടിച്ചെടുത്തതല്ല, രക്ഷിച്ചതാ കൈവിട്ടു പോകാതിരിക്കാൻ. അതിനെന്നെ ശിക്ഷിക്കുക അപ്പേട്ടൻ. മുത്തശ്ശിയെ കാണാൻ വീട്ടിൽ വരുമ്പോ വീട്ടുവാതിൽക്കൽ പോലീസ് തടുക്ക. സ്റ്റുപ്പിഡ്. അപ്പേട്ടാ, ഞാൻ പോവാ. വൈരാഗ്യത്തോടെ അല്ല, അപ്പേട്ടൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തോടെ. ഇത്രത്തോളം സെൽഫിഷ് ആകരുത് മോളെ നീ.
എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. എത്രയെന്ന് വെച്ചാ ഞാൻ നിന്നോട് പറയാ. അങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ ഏതല്ലേ? ഒരു വീട്ടിൽ ഒന്നിച്ചു വളർന്ന സുധുവും അനിയൻ ചേട്ടനും തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ. തളർന്ന മോളെ ഞാൻ നിന്നെ കാണാമെന്ന്. എന്നെ കൂടുതൽ തളർത്തരുത്. നീ എന്റെ കൂടെ വരണം പ്ലീസ്. നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. സുധു, തമ്പുരാട്ടിയും കൊണ്ട് വന്നതാ അനിയൻ കുഞ്ഞെ. മുത്തശ്ശി, മോനെ, മുത്തശ്ശിക്കൊന്ന് ഉറങ്ങണം. എവിടെയാ കിടക്ക? വരൂ മുത്തശ്ശി. അവിടെ ഫ്ലാറ്റ് കെട്ടാൻ പോവാത്രേ. വീടൊക്കെ ഇടിച്ചു കളഞ്ഞിട്ടേ ആരൊക്കെയോ വരണു. അളക്കമൊക്കെ ചെയ്യണുണ്ടേ. അപ്പനും അവിടെ ഇല്ല. എവിടെ പോയിന്ന് ഈ കുട്ടിക്കൊട്ട് അറിയില്ല. മുത്തശ്ശി വരൂ. വയ്യാണ്ടായിരിക്കുന്നു എന്റെ കുട്ടിയെ. മുത്തശ്ശി ഇരിക്കൂ. നിങ്ങളുടെ പെട്ടിയൊക്കെ എടുത്തിട്ടില്ലേ മോളെ? ഓ, അമ്മയുടെ പെട്ടി എടുത്തിട്ടുണ്ട്. എനിക്കെന്തിനേനി പെട്ടിയൊക്കെ? മടങ്ങി പോവാനൊരു വസ്ത്രം പോലെ. വയ്യാണ്ടായിരിക്കണം കുട്ടിയെ, വയ്യാണ്ടായിരിക്കണം. വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഫ്ലാറ്റ് കെട്ടാൻ പോവാത്രേ. അതൊന്നും നടക്കില്ല മുത്തശ്ശി. അപ്പേട്ടൻ വന്നോട്ടെ. ഞാനല്ലേ പറയുന്നത്, നമ്മുടെ വീട് ആരും പൊളിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത്രേ. അത് തിരിച്ചു കൊടുത്താ പോരെ മുത്തശ്ശി? എത്രയായാലും ഞാൻ കൊടുക്കാം. എനിക്ക് ഉറങ്ങണം മോനെ. പരമേട്ടാ, ആ പെട്ടിയൊക്കെ ഇങ്ങ് എടുത്തോളൂ. വരൂ മുത്തശ്ശി, വരൂ വരൂ. മേനോനെ നീ വിവരം അറിയിക്കണം. അയാള് പരിഭ്രമിക്കണ്ട. മഴ പെയ്യുന്നുണ്ടോ? ഇല്ല മുത്തശ്ശി. എനിക്കങ്ങനെ തോന്നി. നീ അവളെ കാണാറുണ്ടോ? ആരെ? നമ്മുടെ സുധനെ. മുത്തശ്ശിയോട് പിണങ്ങി ആശ്രമത്തിൽ പോയി കഴിയുമല്ലേ? വയ്യാണ്ടായിരിക്കുന്നു കുട്ടിയെ, വയ്യാണ്ടായിരിക്കുന്നു. എനിക്ക് അവളെ ഒന്ന് കാണാതെ മോനെ. മുത്തശ്ശി, ഞാൻ കൊണ്ടുപോവാം, ഞാൻ കൊണ്ടുപോവാം. എല്ലാരും ഒന്നിച്ചൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യാത്ര പറയാൻ. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല മുത്തശ്ശി. കിടക്കൂ, കിടക്കൂ. ആ.